നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഏവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ LDFിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ, അവർ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ, ഇവ ചർച്ച ചെയ്യുകയാണ് ഞങ്ങളിന്ന്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ MM സുബൈർ, കേരള കൗമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു. മൂവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ പോവുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ആദ്യമായി ഒരു ചോദ്യം വരികയാണ്, എന്തൊക്കെയായിരിക്കും LDFിന് മുന്നിലുള്ള വിഷയങ്ങൾ? അല്ല, LDFിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, രാജ്യവ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 1951-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. 64 പിളർപ്പിന് ശേഷവും 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിരുന്നു. 77 ജനതാ തരംഗം വന്നപ്പോൾ പോലും അതിനെ ഒരു പരിധിവരെ ഇവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നീട് പശ്ചിമ ബംഗാൾ ഇവരുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു. കേരളം, ബംഗാൾ, ത്രിപുര എന്ന തലത്തിലേക്ക് ചുരുങ്ങി വേറെ വിധത്തിൽ വളർന്നു എന്നും പറയാം. കാരണം ചുരുങ്ങി എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മിക്കവാറും ഇല്ലാതായി. പ്രധാനമായിട്ടും ബീഹാർ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ആന്ധ്രയിൽ വളരെ പരിമിതമായി. അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു. പക്ഷേ ബംഗാൾ ഒരു ശക്തി കേന്ദ്രമായിട്ട് നിലനിന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിച്ചതിന് ശേഷം 2009 മുതൽക്ക് പശ്ചിമ ബംഗാളിലും വലിയ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ മിക്കവാറും 0 സംഖ്യയാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ത്രിപുര എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ചെറിയ ഒരു സ്ഥലമായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് ഇത് ചുരുങ്ങിയിരിക്കുകയാണ്. പിന്നെ തമിഴ്നാട്ടിൽ DMKയുടെ കാരുണ്യത്തിൽ കിട്ടുന്ന 2 സീറ്റുകൾ CPIക്കും 2 സീറ്റ് CPMനും. തെലങ്കാനയിൽ വല്ല സീറ്റും അവർ കൊടുത്താൽ വാങ്ങിക്കാം. ജാർഖണ്ഡിലും അതുപോലെ തന്നെ. ഇത്രയൊക്കെ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. മിക്കവാറും രാജ്യത്ത് വളരെ പരിമിതമായ, വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞൊരു പച്ച തുരുത്തിലാണ്, അല്ലെങ്കിൽ ചുവന്ന തുരുത്തിലാണ് ഇപ്പോൾ ഈ സംഗതി ഉള്ളൂ. ഇവിടെയും കഴിഞ്ഞ നമ്മുടെ വലിയ തിരിച്ചടി ഉണ്ടായത് നമുക്കറിയാം. 19 സീറ്റിൽ കോൺഗ്രസ് മുന്നണി വിജയിക്കുകയും 20ാമത്തെ സീറ്റ് മാത്രം ജയിക്കുകയും ചെയ്തു. അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം അതിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് CPMൻ്റെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ, സ്വതന്ത്രന്മാരുൾപ്പെടെ, എറണാകുളത്തെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പൊന്നാനിയിലെ ഹംസ, അതുമല്ലെങ്കിൽ ഇടുക്കിയിലെ ജോയ്സ് ജോർജ്, ഇവരൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടവരാണ്. അവരെ പോലും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം പരമാവധി വോട്ടുകൾ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്, സീറ്റുകൾ മാത്രമല്ല. അപ്പോൾ പരമാവധി വോട്ടുകൾ സമ്പാദിക്കുക, പരമാവധി സീറ്റുകൾ വിജയിക്കുക, അങ്ങനൊരു ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. പിന്നെ ഇന്ത്യ മുന്നണി ഫലപ്രദമല്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് പറയത്തക്ക വിജയമൊന്നും നേടാൻ കഴിയുകയില്ല. പശ്ചിമ ബംഗാളിലും സ്ഥിതി വളരെ ദയനീയമാണ്. അതെ, കേരളത്തിലും ഇപ്പോൾ ഒരുപാട് വെല്ലുവിളി ഉണ്ട്. നമ്മളിപ്പോൾ ഈ മണ്ഡലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് പോലും 3ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി പോകുന്നു. അവിടെ CPMനല്ല, CPIക്കാണെങ്കിൽ പോലും ഇടതുമുന്നണിയുടെ കാര്യം നോക്കുമ്പോൾ അവർ ഈ അനന്തപുരി പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ, പ്രത്യേകതകളുള്ള മണ്ഡലത്തിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം, പിന്നെ ഹിന്ദുത്വ ശക്തികൾക്ക് ഇവിടെ സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ വളർച്ച, അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വന്നുള്ള വലിയ പരാജയം. പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ LDF ജയിക്കുന്നുണ്ട്. പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ LDFന് വലിയൊരു പരാധീനതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ പ്രധാന ശക്തി BJP ആണ്, 2ാമത്തെ ശക്തി കോൺഗ്രസ് ആണ്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഇടതുപക്ഷത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ, പ്രബുദ്ധരായ മലയാളികൾ വിചാരിക്കുന്നില്ല. ഇവർ ജയിച്ച് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. ഇത് ഈ ദേശീയ തലത്തിലിപ്പോൾ CPM ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഇപ്പോൾ CPMന് നെഗറ്റീവ് ഇതുണ്ടോ അതോ ഒരു പോസിറ്റീവ്? ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് LDFനുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് പൊതുവേ ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണല്ലേ. 7 കൊല്ലം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് ജനങ്ങളുടെ ഭാഗത്ത് ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ഉണ്ടാവും. അതുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ചില പ്രത്യേക ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തുന്ന അക്രമോത്സുകമായിട്ടുള്ള പല പരിപാടികളും. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ
കൊലപാതകം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പച്ച പിടിച്ച് നിൽക്കല്ലേ. ഇവർ പോയിട്ട് മാനവീയതയ്ക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ ആട്ടൂല്ലേ. അതൊരു പ്രശ്നമല്ലേ. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ കലോത്സവം തന്നെ കലാപോത്സവമായിട്ട് മാറി നമ്മൾ കണ്ടു. ഇതുപോലെയുള്ള ഗുണ്ടായുസം എല്ലാ സ്ഥലത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ബംഗാളിലും ഈ പാർട്ടി പ്രസ്ഥാനം തകർന്നു പോകുന്നതിനിടയാക്കിയത്. ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിലേക്ക് SFIക്കാർ ക്രിമിനലുകളാവുന്നില്ല, ക്രിമിനലുകൾ SFIക്കാരായി എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ SFI എന്നൊക്കെ പറഞ്ഞ സംഘടന. മുമ്പ് നമ്മൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ സംഘടന ഉണ്ടായിരുന്നു. മാനവികതയ്ക്ക് വേണ്ടി നിന്ന ആളുകൾ ഇപ്പോൾ അതെ ഇപ്പോൾ അവര് ഇപ്പോൾ കലാപത്തിന്റെ ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ എന്താണ് ക്രിമിനൽ വൽക്കരണത്തിൻ്റെ വക്താക്കളായിട്ട് മാറി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൂടാതെ ഈ സർക്കാരിന് പോസിറ്റീവായിട്ട് എന്താ പറയാനുള്ളത്? തൊഴിലില്ലായ്മയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരിയായിട്ട് ഈ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സമയത്ത് ഖജനാവിൽ നിന്ന് അവസാനത്തെ ചില്ല് വരെ ഊറ്റിയെടുത്തിട്ട് കേരളീയം നവകേരള സദസ്സ് അത് കഴിഞ്ഞ് മുഖാമുഖമൊക്കെ നടത്തി അതിൽ ഇങ്ങനെ അഭിരമിക്കുന്നതാണ് കാണുന്നത്. ഇത് പിന്നെ കരുണാകരൻ പോലും ഇല്ലാത്ത രീതിയിൽ 40 വാഹനങ്ങളുടെ എസ്കോർട്ടോടി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സുബൈർ സാർ ഈ തിരുവനന്തപുരത്ത് പത്രപ്പെടുത്തുന്നവരുടെ എത്രയല്ലേ എത്ര മുഖ്യമന്ത്രിമാർ ഇവിടെ കണ്ടിട്ടില്ലേ? കരുണാകരനെ കണ്ടിട്ടുണ്ട്, മറ്റ് ആന്റണിയെ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദനെ, നായനാരെ ഒക്കെ അടുത്ത് കണ്ടിട്ടില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഇത്ര വലിയ ആർഭാടം ഉണ്ടായിരുന്നു? ക്ലിഫ് ഹൗസിന് ഇത്ര വലിയ സുരക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരള മുഖ്യമന്ത്രിക്ക് ശരിക്കും ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ലോ. എനിക്ക് തോന്നിയിട്ടില്ല. നായനാർ മുഖ്യമന്ത്രിയായിട്ട് ഇതിലെ അംബാസഡർ കാറിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല, പൈലറ്റും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളതിൽ ശ്രീ പിണറായി വിജയന് എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ അത് ജനങ്ങൾ അതിനുള്ള സംരക്ഷണം, ജനങ്ങളാണ് സംരക്ഷണം. നായനാരും അതിനെ പറഞ്ഞു, എടോ നമുക്ക് എന്തിനോ എസ്കോർട്ട്? അദ്ദേഹം ചോദിച്ചതാണ്. നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങളാണ്. എസ്കോർട്ടൊക്കെ ഓനല്ലേ? ഓരെന്ന് വെച്ചാൽ കരുണാകരനാണ്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയുമ്പോഴേ 2 വിശ്വപൗര ഇമേജ് ഉള്ള 2 പേരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു വോട്ട് പാറ്റേൺ വരുമ്പോൾ ബാക്കി വോട്ടുകൾ, അതായത് ഒരു താരതമ്യേന ജനകീയനും പാവപ്പെട്ടവൻ എന്നൊക്കെ പറയാവുന്ന പന്യൻ രവീന്ദ്രനോട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു എഡ്ജില്ലേ യഥാർത്ഥത്തിൽ? ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സംസ്ഥാനത്ത് മൊത്തത്തിലുള്ളൊരു സാഹചര്യം പറഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ കാര്യം നമ്മൾക്ക് പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഈ മന്ത്രിസഭയ്ക്കുണ്ട്. അത് ഒരു വലിയ പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. സാധാരണഗതിയിൽ ഇത് പ്രതിഫലിക്കാൻ പാടില്ല, കാരണം കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തെ സാധാരണ വിഷയങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഘടകമായേക്കാം. അതാണ് ഒരു സംഗതി. പിന്നെ മറ്റവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്, അവർക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും സിറ്റിംഗ് MP-മാരുണ്ട്. LDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവരോട് കിടപിടിക്കാൻ പറ്റിയവരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശശി തരൂരും പന്നി രവീന്ദ്രനുള്ളത് മാറിയിക്കട്ടെ, പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ പോരാ എന്നാണ് തോന്നിയിട്ടുള്ളത്. മലബാർ ഭാഗത്ത് കുറേ കൂടി ശക്തരായ വിളവരം കരീമിനെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ, MV ജയരാജനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതല്ല, തിരുവിതാംകൂർ ഭാഗത്ത് പ്രബലരായ UDF MP-മാർക്കെതിരായിട്ട് സിറ്റിംഗാണ്. പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആറ്റിങ്ങിൽ വി ജോയി ജില്ലാ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയാണ്. അതൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ലേ? മറുഭാഗത്ത് അടൂർ പ്രകാശാണ്. അല്ല, അത് സിറ്റിംഗ് എംപിയും മന്ത്രിയും എന്നൊക്കെ ഉള്ള നമ്മൾ ഈ പഴയ ഒരു രൂപകം കടമെടുത്ത് പറഞ്ഞാൽ ആനയെ മയക്കുന്ന അരിങ്കോടനാണ്. അതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷ മണ്ഡലം അല്ലേ? ഇടതുപക്ഷത്തിന്റെ ശക്തമായ മണ്ഡലമാണ്. തിരുവിതാംകൂർ ഭാഗത്ത് ശരിക്ക് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഞാനൊന്ന് പറയാം. കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ മണ്ഡലം വടകരയാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോടാണ്, കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ. ഈ 5 മലബാർ ഭാഗത്തുള്ളത്. മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചെറിയ ഒരു എഡ്ജെങ്കിലും ഉള്ള ഒരു മണ്ഡലമുള്ളത് അത് തൃശ്ശൂരാണ്. പഴയ തൃശ്ശൂരല്ല, ഈ പുനർവിഭജനത്തിന് ശേഷം ഇരിങ്ങാലക്കുട സെഗ്മെൻറ്റ് കൂടി വന്ന തൃശ്ശൂർ. ചെറിയ ഒരു മേൽക്കയ്യേ ഉള്ളൂ, എങ്കിലും ഉണ്ട്. പിന്നെ മധ്യ കേരളത്തിലേക്ക് നോക്കണ്ട, ആ ഭാഗത്തൊന്നുമില്ല. പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് 2 മണ്ഡലങ്ങളാണ്, പ്രധാനമായിട്ട് ആറ്റിങ്ങലും കൊല്ലവും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്തു പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ UDFന്റെ ശക്തന്മാരായ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. പ്രചരണ രംഗത്തെ ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിവാദം, പിന്നെ കരിമണൽ ഖനനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി. ഇങ്ങനെയുള്ള 2-3 വിഷയങ്ങൾ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ LDFനെ സംബന്ധിച്ചുള്ള പ്രചരണ
ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ അത് എത്രത്തോളം CPM-നെയും പ്രത്യേകിച്ച് LDF-നെയും ബാധിക്കും എന്നുള്ളതാണ്. അല്ല, അതിൽ അതായത് ഈ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാരം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. സാധാരണ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതിൽ തന്നെ വിശേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് സാമ്പത്തിക ആരോപണങ്ങൾ വരാറില്ല. അങ്ങനെ ഒരു ആരോപണം വന്നാൽ പിന്നെ ആൾ പാർട്ടിയിലില്ല. ഇപ്പോൾ ചാത്തൂനി മാസ്റ്റർ എത്ര വലിയ നേതാവായിരുന്നു, സാങ്കല്പികമായ ചില ആരോപണങ്ങളുടെ പുറത്താണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റ് പല നേതാക്കളുടെയും അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എതിരായിട്ട് വളരെ ശക്തമായ ആരോപണമല്ല, ഒരു കോടതി വിധി എന്ന് പറയാവുന്ന രീതിയിലൊരു സംഗതി വന്നു. അതിൻ്റെ പുറത്ത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം നടക്കുന്നു, കേന്ദ്ര ഏജൻസികൾ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും തൃപ്തികരമായൊരു ഉത്തരം പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അതൊരു ധാർമ്മികതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഇതുവരെ വോട്ട് ചെയ്ത ആളുകൾ, അവരുടെ മുമ്പിൽ ഈ കാര്യം വിശദീകരിക്കാനുള്ള ഒരു ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്വം വേറെയാണ്, അത് കോടതിയിലാണ്. ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. അതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നൊരു ഫീലാണ് എപ്പോഴും രാഷ്ട്രീയത്തിൽ പ്രധാനം. വോട്ട് ചെയ്യുന്ന ആളുകൾ തെലുങ്ക് നിയമം അനുസരിച്ചിട്ടല്ല വോട്ട് ചെയ്യുക. തെലുങ്ക് നിയമവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നോക്കിയിട്ടില്ല ജനങ്ങൾ വോട്ട് ചെയ്യുക. ജനങ്ങളുടേതായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ശരിയായ രീതിയിൽ ഇവർക്ക് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞ SFI-കാരുടെ മറ്റു അക്രമ രാഷ്ട്രീയം. സാധാരണ CITU-കാരാണ് വലിയ അക്രമങ്ങൾ ചോദ്യക്കാരൊക്കെയാണ് ചെയ്യാറ്. മുൻകാലങ്ങളിലെല്ലാം പാർട്ടിയുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യം CITU-കാരാണ് നിറവേറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം DYFI, SFI ഏറ്റെടുത്തിരിക്കുന്നു. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖജനാവിൽ 5 പൈസ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ധൂർത്ത് കെട്ടുകാഴ്ചകൾ നടത്തുന്നു. ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ ഒരു സ്ത്രീ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്യുന്നു. മറിയക്കുട്ടി ഒറ്റയ്ക്കല്ല, ഒരു മറിയക്കുട്ടി മാത്രമേ പിച്ചച്ചട്ടി എടുത്തുള്ളൂ എങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അപ്പം ഇങ്ങനെ പ്രതിഷേധങ്ങളെ നേരിടുന്നത് രീതി അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. ഇപ്പോൾ ഈ SFI-കാർ, DYFI-കാർ കേരളത്തിൽ അക്രമാസക്തമായി എന്തൊക്കെ സമരങ്ങൾ നടത്തിയിട്ടില്ലേ. തിരുവനന്തപുരത്ത് തന്നെ SFI അല്ല പോലീസിൻ്റെ തല്ലുകൊണ്ട് തല തകർന്ന എത്രയോ സഖാക്കൾ ഉണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടുമ്പോൾ പോലീസിൻ്റെ തല്ല് നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ പാർട്ടിക്കാർ തല്ലുന്നു. അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിക്കുന്നു. അതാണ് ഏറ്റവും ഭയങ്കരം. പാർട്ടിക്കാർ തന്നെ ഇറങ്ങി തല്ലുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാർ ഇറങ്ങി തല്ലുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വളരെ ഒട്ടും തന്നെ ജനങ്ങൾക്ക് ഒരു മതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ ഒരു നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്. അതിന് പുറമെയാണ് ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ അത്ര തന്നെ അവരുടെ റെസ്പെക്റ്റീവ് എതിരാളികളോട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ദുർബലരാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴയിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. കൊല്ലത്ത് പോലും അദ്ദേഹത്തെ ഒപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇതിനേക്കാളും നല്ല സ്ഥാനാർത്ഥികൾ വേറെ ഉണ്ട്. വീണ ജോർജ് മത്സരിച്ചെങ്കിൽ അല്ല, പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്താൻ കാരണം ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കാത്ത തരത്തിലുള്ള മതപരമായ ഒരു പിന്തുണ കിട്ടും എന്നുള്ള ഒരു ചിന്തയും കൂടെ വെച്ചിട്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കൈയടിച്ച് പാസ്സാക്കിയാണ്. പക്ഷേ അവിടെ പ്രശ്നം പറ്റിയതെന്ന് അറിയാമോ? തോമസ് ഐസക്ക് ആ ഭാഗത്ത് തീരെ ഇല്ലാത്തൊരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. ലാറ്റിനാണ്. അത് തീരപ്രദേശത്താണെങ്കിൽ ചിലവായനല്ല. തോമസ് ഐസക്കിന് നമ്മൾ ലാറ്റിൻകാരനായിട്ടല്ല കണ്ടേക്കണം. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ മന്ത്രിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഇനി പാർലമെൻറ്റിൽ പോയാലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് തീരെ പറ്റാത്തൊരു സ്ഥലത്ത്, അദ്ദേഹത്തിന് മുൻപരിചയമില്ലാത്ത, അദ്ദേഹം സുപരിചിതനല്ലാത്തൊരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ താരതമ്യേന കുറവുള്ളൊരു സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തെ നേരെ മറിച്ച് ആ നാട്ടുകാരായ വീണ ജോർജിന് അല്ലെങ്കിൽ രാജു എബ്രഹാം ഉണ്ട്, പഴയ നമ്മുടെ റാന്നി അതുപോലൊരാൾ നിർത്തുന്നതിന് പകരം. അപ്പോൾ ആന്റണിക്ക് നിലവിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ട്. ഈ ചീത്തപ്പേര് എന്താണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ നാമധേയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് അത് തീരെ ചിലവാവില്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള അബദ്ധങ്ങൾ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതുപോലെ ഞാൻ പറയാം, പാലക്കാട് LDF ജയിക്കാവുന്ന ഒരു സീറ്റാണ്. നല്ല ശക്തിയുള്ളൊരു മണ്ഡലമാണ്. പാലക്കാട്ട് സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ M സ്വരാജ് പോലത്തെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുകയാണ്.
ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ വിജയരാഘവൻ അത്ര ശക്തനല്ലാത്ത വിജയരാഘവൻ മോശപ്പെട്ട അവിടെ ഫലപ്രദമാവുകയില്ല. ആ കാലമൊക്കെ കഴിച്ചു. വിജയരാഘവനൊക്കെ ഓടുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും പിന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ബ്യൂറോ മെമ്പറും ആണെങ്കിൽ പോലും ഞാൻ സെക്രട്ടേറിയറ്റ് മെമ്പറും സർവോപരി മന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവുമാണെന്ന് നമുക്ക് വേണ്ടി പറയാം. പക്ഷെ അതുകൊണ്ടൊക്കെ ആളുകൾ വോട്ടിയണ്ടേ. കഴിഞ്ഞ തവണ പാലക്കാട് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 75,000 വോട്ട് വന്നു. രണ്ടാമത് പിന്നെ ഈ ഷാഫി പറമ്പിൽ പ്രതിദാനം ചെയ്ത പാലക്കാട്, പിന്നെ പട്ടാമ്പി, ഈ 3 മണ്ഡലങ്ങളാണ് UDF തുണച്ചത്. പക്ഷെ ഇത്തവണ ഈ ശബരിമല പോലുള്ള ഒരു വിഷയമില്ലല്ലോ അവിടെ. ഈ പാലക്കാട് ഇടതുപക്ഷത്തിനൊരു അഡ്വാൻറ്റേജ്, ഒരു എഡ്ജ് ഇല്ലേ യഥാർത്ഥത്തിൽ? അല്ല, LDF ഒരു കോട്ടയാണ് പാലക്കാട് മണ്ഡലം. ഈ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഒറ്റ അസംബ്ലി സെഗ്മെൻറ്റിൽ മാത്രമേ ശരിക്കും UDF അപ്പർ ഹാൻഡ് ഉള്ളൂ. അവിടെ നല്ല അപ്പർ ഹാൻഡ് ഉണ്ട് താനും. അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് മുസ്ലിം പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. മുസ്ലിങ്ങളെക്കാളും ഹിന്ദുക്കളാണ് അവിടെ കൂടുതൽ. പക്ഷേ മുസ്ലിം നല്ല ഡോമിനേഷനുള്ള സ്ഥലമാണ്. അവിടെ നിന്നുള്ള വോട്ട് കൊണ്ടാണ് കഴിഞ്ഞ അവിടെ ശ്രീകണ്ഠൻ പ്രധാനമായിട്ടും ജയിച്ചത്. ഇത്തവണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്, ലോക്കലാണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ വന്ന പോലെ അദ്ദേഹം അവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാർക്കുള്ള ഗുണമല്ലേ. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് അവിടെ തമ്പിട്ട് കിടക്കുകയാണ്. MK രാഘവൻ കോഴിക്കോട്ടുകാരനല്ല, പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട്ട് വന്ന് മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് കോഴിക്കോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കണേ എന്ത് വേണം? അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യണം. ഇപ്പോൾ പാലക്കാട്ട് CPM നിർത്താൻ ഇതിനേക്കാളും നല്ല സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞ വിജയരാഘവനൊക്കെ മത്സരിപ്പിക്കണം, കുഴപ്പമുണ്ടായിട്ടില്ല. അതെ, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നമ്മളത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ BJPക്ക് വോട്ട് കിട്ടിയ മണ്ഡലം മലമ്പുഴയാണ്. ഇത്തവണ മോഡി, കൃഷ്ണകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോദി അവിടെ റോഡ് ഷോയ്ക്ക് വരുന്നു. അത് ഈ ഇടത് വോട്ടുകളുടെ ഒരു ഒഴുക്കായിരിക്കുമോ അതോ UDF വോട്ടുകളായിരിക്കും? അത് ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞത് ഒരു പരിധി വരെ ഈ വോട്ടുകൾ LDFന് നിന്നും പോകും, കുറേ UDF നിന്നും പോകും. കൃഷ്ണകുമാർ ഒന്നാമതൊരു സ്ഥാനാർത്ഥിയാണ്, BJPയുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. പിന്നെ പാലക്കാട് അദ്ദേഹത്തിന് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്, നാട്ടുകാരനാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത് അയാളുടെ വീട്. അപ്പോൾ ആ നിലയ്ക്ക് അത് നമ്മൾ BJPയുടെ സാധ്യത പറയുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് പറയാവുന്നത്. സത്യത്തിൽ കൃഷ്ണകുമാറിനെ പോലെ, അതുപോലെ കോഴിക്കോട്ട് ഇവിടെ രമേശ് മത്സരിക്കുന്നുണ്ട്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥികളാണ്. അവർ എത്ര വോട്ട് പിടിക്കും, അത് എവിടെ നിന്ന് പിടിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഈ പൊതുവെ വടക്കൻ കേരളത്തിലെ ഈ വന്യജീവി ആക്രമണം വലിയൊരു ഇഷ്യൂ ആയി റൈസ് ചെയ്യപ്പെടുന്നു. മലയോര മേഖലയിൽ മുഴുവൻ അത് ഇങ്ങോട്ട് വന്ന് ഇടുക്കി, ഈ ഏറ്റവും അവസാനം കോതമംഗലം വരെ അത് വന്നു. ഇത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? ഈ സഭകളുമായിട്ടുള്ള ഒരു സഹകരണം ഇതൊക്കെ LDFനുണ്ട്. പക്ഷേ ഇതിൻ്റെ മേളിൽ കൂടാണ് ഈ വന്യജീവി ആക്രമണം വരികയും അത് ജനങ്ങൾക്ക് വലിയ പ്രശ്നമായി വരികയും ചെയ്യുന്നത്. വന്യജീവി ആക്രമണമാണെങ്കിലും കുടിവെള്ളക്ഷാമമാണെങ്കിലും അതൊക്കെ അവസാനം ഭരിക്കുന്ന പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കണക്കിലാണ് എഴുതി ചേർക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ജിഷയെ കൊലപ്പെടുത്തിയ കേസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല, രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ല. പക്ഷേ അവസാനം കണക്കെഴുതിയപ്പോൾ ആരുടെ മേൽ വന്നു? UDFൻ്റെ കണക്കിലാണ് എഴുതിയത്. എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ആരുടെ ഇത് കൊടുങ്കാറ്റ് കൊണ്ട് ഒരു രാജ്യം രണ്ടായി വിഭജിച്ച് ചരിത്രമുണ്ടാകുമോ? 1971 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ കൊടുങ്കാറ്റടിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഇവിടുത്തെ പോലെയല്ല, കൊടുങ്കാറ്റെന്നൊക്കെ വെച്ചാൽ ഭയങ്കരമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ രോഷവും അമർഷവും ഉണ്ടായി. തൊട്ട് പുറകെ തെരഞ്ഞെടുപ്പാണ്. അവരെന്ത് ചെയ്തു? ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ ഇവരുടെ നമ്മുടെ മുജീബ് റഹ്മാൻ്റെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. മിക്കവാറും എല്ലാ സീറ്റിലും അവർ ജയിച്ചു. 99% സീറ്റ് അവർ ജയിച്ചു. അതുകൊണ്ടെന്ന് വെച്ചാൽ രാജ്യം തന്നെ വിഭജിക്കപ്പെട്ടു. ഒരു രാജ്യം. അതുപോലെ ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് വലിയൊരു ചുഴലി കൊടുങ്കാറ്റടിച്ചു. ജനങ്ങളെ കോൺഗ്രസിനോട് ഭയങ്കര എതിർപ്പായി. അത് പിന്നെ ഇന്നേ ദിവസം വരെ കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടില്ല. അതുപോലെ ഈ ഇത്തവണ നമുക്ക് പൊതുവെ കാട്ടുപോത്ത് വിചാരിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ. ഇത്തവണ പൊതുവില് കഴിഞ്ഞ തവണ ആണെങ്കിൽ 2-3 വിഷയങ്ങൾ UDFനെ സഹായിക്കാൻ. ശബരിമല ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, ഇങ്ങനെയുള്ളതാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും UDFന് അനുകൂലമായിട്ടില്ല. അത്രത്തോളം LDFന് ഗുണകരവുമാണ്. ആ ഒരു സാഹചര്യത്തിൽ LDFന് അത് ഒരു അപ്പർ ഇത് കിട്ടാൻ സാധ്യത, അപ്പർ ഹാൻഡ് ന്യായമായിട്ട് കിട്ടാമായിരുന്നു. എന്തു പറ്റിയിരുന്നെങ്കിൽ ഈ SFIക്കാരുടെ അക്രമവും അല്ലെങ്കിൽ മാസപ്പടി വിവാദവും അതുപോലെ നവകേരള സദസ്സ് പോലെയുള്ള കെട്ടുകാഴ്ചകളും ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ ഏതാണ്ട് തുല്യ നിലയിലെത്തിയാണ്. ഇനിയിപ്പോൾ ഒരു 8 സീറ്റ് LDFനും 12 സീറ്റ് UDFനും എന്നുള്ള രീതിയിൽ പോയത്. ഇത് ഇവരുടെ സ്ഥിതി വഷളാക്കിയത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്.
ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതാണ് ശരിക്കുള്ള കുഴപ്പം. പിന്നെ ചില മണ്ഡലങ്ങളിൽ, മാർജിനലായിട്ടുള്ള മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റും. ഉദാഹരണത്തിന് ആലത്തൂർ മണ്ഡലം, കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സർവ്വഗുണസമ്പന്നനായ സർവർക്കും ഏക അഭിപ്രായമുള്ള ഒരാളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു എഡ്ജ് ഇത്തവണ ഇല്ല. പിന്നെ ആലത്തൂർ അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ മണ്ഡലമാണ്. പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. രമ്യ ഹരിദാസ് പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയാവുണ്ട്. അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും ലോ കമാൻഡും ആരും ആ രീതിയിൽ കൂട്ടാക്കിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. CPM ആണെങ്കിൽ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും നന്നായിട്ട്. പിന്നെ CPM ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതല്ല, ഇലക്ഷൻ മെഷീനറി ഒന്നാന്തരമല്ലേ. അവർക്ക് എല്ലാ സ്ഥലത്തും പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിക്കാം. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ പോലും LDFൻ്റെ വർക്കെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞാൻ ഉദാഹരണം, എൻ്റെ വീടിരിക്കുന്നത് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ആലുവ അസംബ്ലി സെഗ്മെൻറ്റാണ്. അവിടെ ബെന്നി ബെഹനാന് വേണ്ടി യാതൊരു പ്രവർത്തനവും ഉണ്ടായില്ല. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിട്ട് കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പുള്ളിക്ക് പ്രചരണത്തിന് പോകാൻ പറ്റില്ലായിരുന്നു. അത്ര മോശപ്പെട്ട ആരോഗ്യസ്ഥിതിയാണ്. എൻ്റെ ആ ഭാഗത്തുള്ള ഒറ്റ മതിലിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി വയ്ക്കുകയോ പോസ്റ്റ് ഒട്ടിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവസാനം ബെന്നി തന്നെ ജയിച്ചു. 1,36,000 40,000 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ അപ്പോൾ ആ തോറ്റ തെരഞ്ഞെടുപ്പിലും LDFൻ്റെ വർക്ക് ഇന്നസെൻറ്റിൻ്റെ 11 തരം നോട്ടീസ് എൻ്റെ വീട്ടിൽ കിട്ടി. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 11 ഒരു നോട്ടീസിൻ്റെ 11 കോപ്പിയല്ല, 11 തരം നോട്ടീസ്. മഞ്ഞ ചുമ്പയിട്ടതും മാത്രമല്ല ചുവന്ന ചുമ്പയിട്ടതും ഉണ്ടായിരുന്നു. അതായിരുന്നു വർക്ക് ഭയങ്കരമാണ്. ഇവരുടെ ഇലക്ഷൻ മെഷീനറി ഒന്നാന്തരമാണ്. കോൺഗ്രസിന് ഈ മെഷീനറി എന്ന് പറഞ്ഞ സാധനമില്ല. പോരാത്തതിന് ഭരണമുണ്ട്, പണമുണ്ട്. മെഷീനറി ഉപയോഗിക്കാമല്ലോ. സർക്കാർ മെഷീനറിൽ സ്വന്തം മെഷീനറി ഉപയോഗിക്കാതെ. പിന്നെ കോൺഗ്രസ്സുകാർക്കോ BJPക്കാർക്കോ വേണ്ടതിൻ്റെ പകുതി പൈസ മതി LDFന് എഫക്റ്റീവായിട്ട്. പ്രവർത്തകരുടെ കാര്യത്തിൽ പ്രവർത്തകരുണ്ട്, പണം മറ്റതിൻ്റെ പകുതി മതി. കാരണം സംവിധാനം ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല ജയിക്കാത്തത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ഒട്ടേറെ വെല്ലുവിളികളാണ് അവർക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായം. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ MM സുബൈർ, രാഷ്ട്രീയകാര്യ ലേഖകൻ അരവിന്ദ് ബാബു, മൂവർക്കും നന്ദി, നമസ്കാരം.